الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ഇന്ന് നമുക്ക് സൂറത്തു തൗബയിലെ 12ാമത്തെ സൂക്തമാണ് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. وإن نكثوا أيمانهم من بعد عهدهم وطعنوا في دينكم فقاتلوا أئمة الكفر إنهم لا أيمان لهم لعلهم ينتهون. وإن نكثوا أيمانهم അവർ അവരുടെ പ്രതിജ്ഞകളെ ലംഘിച്ചാൽ മിൻ ബഅദി അഹദിഹിം കരാർ ചെയ്തതിന് ശേഷം വതഅനു ഫീ ദീനിക്കും വതഅനു അവർ കുത്തിനോവിക്കുകയും ചെയ്തു അല്ലെങ്കിൽ അവഹേളിക്കുകയും ചെയ്താൽ ഫീ ദീനിക്കും നിങ്ങളുടെ ദീനിൽ ഫഖാതിലു അഇമ്മത്തൽ കുഫ്രി ഫഖാതിലു അപ്പോൾ നിങ്ങൾ പൊരുതുക, യുദ്ധം ചെയ്യുക. അഇമ്മത്തൽ കുഫ്രി കുഫറിൻ്റെ നേതാക്കളോട്. ഇന്നഹും ലാ ഐമാന ലഹും ഇന്നഹും തീർച്ചയായും അവർ ലാ ഐമാന ലഹും അവർക്ക് പ്രതിജ്ഞയില്ല, അഥവാ അവരുടെ പ്രതിജ്ഞക്ക് വിലയില്ല. ലഅല്ലഹും യൻതഹൂൻ അവർ അവരുടെ നിലപാടിൽ നിന്ന് വിരമിച്ചെങ്കിലോ. ലഅല്ലഹും യൻതഹൂൻ അവർ വിരമിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി. ഒന്നുകൂടെ അർത്ഥം പറയാം. വഇൻ നകസു ഐമാനഹും അവർ അവരുടെ പ്രതിജ്ഞകളെ ലംഘിച്ചാൽ മിൻ ബഅദി അഹദിഹിം കരാർ ചെയ്തതിനു ശേഷം വതഅനു ഫീ ദീനിക്കും നിങ്ങളുടെ ദീനിൽ അവഹേളിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ കുത്തി നോവിക്കുകയും ചെയ്താൽ. ത്വഅന എന്ന് പറഞ്ഞാൽ കുന്തം കൊണ്ട് കുത്തുന്നീനൊക്കെ പറയും, വാക്കുകൊണ്ട് കുത്തുന്നീനും പറയും. വതഅനു ഫീ ദീനിക്കും നിങ്ങളുടെ ദീനിൽ അവർ അവഹേളിക്കുകയും അല്ലെങ്കിൽ കുത്തി നോവിക്കുകയും ചെയ്താൽ ഫഖാതിലു അഇമ്മത്തൽ കുഫ്രി കുഫറിൻ്റെ നിഷേധത്തിൻ്റെ നേതാക്കന്മാരോട് നിങ്ങൾ പൊരുതുക. ഇന്നഹും ലാ ഐമാന ലഹും അവർക്ക് പ്രതിജ്ഞയില്ല, അഥവാ അവരുടെ പ്രതിജ്ഞക്ക് ഒരു വിലയും അവർ നൽകുന്നില്ല. ലഅല്ലഹും യൻതഹൂൻ അവർ വിരമിക്കുന്നതിന് വേണ്ടി. ഇത് രണ്ട് വിഭാഗം ആളുകളെ അഭിസംബോധന ചെയ്യുന്നു എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. ഒന്ന്, കഴിഞ്ഞ സൂക്തങ്ങളിൽ പറഞ്ഞതുപോലെ അവർ അവരുടെ കരാറ് പാലിക്കാൻ സന്നദ്ധരായിക്കൊണ്ട്, അഥവാ ഇസ്ലാമിൻ്റെ മേധാവിത്വം അംഗീകരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ സന്നദ്ധരായാൽ അവരോട് പിന്നെ യുദ്ധമില്ല, അവരോട് പൊരുതേണ്ടതില്ല എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ ഹറം പരിസരത്ത് വെച്ച് നിങ്ങളോട് കരാറ് ചെയ്തവരോടും പൊരുതരുത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ ആ കരാറ് ലംഘിച്ചാലോ നിലപാടിൽ നിന്ന് പിന്തിരിഞ്ഞു പോയെങ്കിലോ പിന്നെ അവരോട് ചെയ്യേണ്ടത് പൊരുതുക തന്നെയാണ്. കാരണം ഇസ്ലാമിൻ്റെ മേധാവിത്വം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ അവർ ഇസ്ലാമിലേക്ക് വന്നു, അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള പൊരുതൽ അവസാനിപ്പിച്ചു. ഈ രണ്ട് നിലപാട്. അതേപോലെ തന്നെ ഹറമിൻ്റെ പരിസരത്ത് വെച്ച് കരാർ ചെയ്തവരോട് കരാർ പാലിക്കണമെന്ന് 7ാമത്തെ സൂക്തത്തെ അവർ നിലനിർത്തുവോളം അവരോടുള്ള കരാറിനെയും പാലിക്കണമെന്ന് 7ാം സൂക്തത്തിലും പറഞ്ഞു. ഇനി 3 കൂട്ടരും ആ കരാർ ലംഘിക്കുകയാണ്. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അവർ തിരിച്ചു. അങ്ങനെയും ചില ആളുകൾ ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലം ഇസ്ലാമിലൊക്കെ വന്ന് ഇസ്ലാമിൻ്റെ കൂടെ നിന്ന് പിന്നെ തിരിച്ചു പോവുക. അതൊരു തന്ത്രമായി തന്നെ ചെയ്തിരുന്നു പലപ്പോഴും. എന്തിനാണ് അത് തന്ത്രം? എന്തിനാണ്? ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചു പോയാൽ അത് അത്ര വലിയ സംഗതിയൊന്നും അല്ല, നമ്മൾ ചെന്ന് നോക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആളുകൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള തന്ത്രം എന്നുള്ള നിലക്ക് പോലും ശത്രുക്കൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് വഇൻ നകസു ഐമാനഹും അവർ അവരുടെ പ്രതിജ്ഞകളെ ലംഘിച്ചാൽ പാലിക്കും എന്ന് കരാർ എഴുതി ഇരു വിഭാഗവും ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രതിജ്ഞ, കരാർ എന്നും പറയും, പ്രതിജ്ഞ എന്നും പറയും. ഈ പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗവും അംഗീകരിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള കരാറുകളാണ്.
അപ്പം അങ്ങനെ വൈൻ നക്കസു ഐമാനഹും, ഈ പ്രതിജ്ഞകൾ അവർ ലംഘിച്ചാൽ, നക്കസ വാക്കിനർത്ഥം ശരിക്ക് ഈ നൂലിൻ്റെ പിരി ഉടക്കുക എന്നാണ്. കൂട്ടിപ്പിരിച്ച നൂലിൻ്റെ പിരിയൊക്കെ ഉടച്ച് കഴിഞ്ഞാൽ നക്കസ എന്ന് പറയുക. ഇവിടെ കരാർ ലംഘനത്തിനാണ്. ഈ നക്കസു ഐമാനഹും അഥവാ കരാറിലെ വ്യവസ്ഥകൾ അവർ പാലിക്കാതിരുന്നാൽ, ലംഘിച്ചാൽ, മിൻ ബഅദി അഹദിഹിം കരാറൊക്കെ ചെയ്തതിനു ശേഷം, വതഅനു ഫീ ദീനിക്കും അവർ നിങ്ങളുടെ ദീനിൽ ആക്ഷേപിച്ചാൽ, അവഹേളിച്ചാൽ, നിന്ദിച്ചാൽ, കുത്തിനോവിച്ചാൽ, അങ്ങനെയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെ നിലപാട് എന്നും ഉണ്ട്. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ഇസ്ലാമിക നേതൃത്വം, ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്തപ്പോൾ അവർക്കിടയിൽ നടപടിയെടുക്കാൻ വ്യക്തികൾക്കൊന്നും അവകാശമില്ല, സംഘടനകൾക്കും അവകാശമില്ല. സർക്കാർ ചെയ്യേണ്ട ഒരു നിലപാടാണ്. നമുക്ക് അവരെ ആദർശപരമായി നേരിടാനാണ് അവകാശമുള്ളത്. അപ്പോൾ ഇന്നും അങ്ങനെ നടന്നുകൊണ്ടിരുമ്പോൾ ദീനിക്കും നിങ്ങളുടെ ദീനിനെ അവർ ആക്ഷേപിച്ചാൽ, അവഹേളിച്ചാൽ, കുത്തിനോവിച്ചാൽ, ഫഖാത്തിലു അപ്പോൾ നിങ്ങൾ പൊരുതണം, യുദ്ധം ചെയ്യണം, ഇമ്മത്തൽ കുഫരി കുഫറിൻ്റെ നേതാക്കന്മാരോട്. ഇത് നേതാക്കന്മാരാണ് ഇതിനൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് അനുയായികളെ വളർത്തിക്കൊണ്ടുവരിക. ഖുറൈശികളാണ് കാര്യമായിട്ട് ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. ഖുറൈശികളാണ് മറ്റു അറബ് ഗോത്രങ്ങളെ പോലും പലപ്പോഴും യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയോ കരാർ ലംഘനത്തിന് പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്തിരുന്നത്. പിന്നെ ജൂത നേതാക്കന്മാരും പണ്ഡിതന്മാരും അതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫഖാത്തിലു അപ്പോൾ നിങ്ങൾ പൊരുതണം, ഇമ്മത്തൽ കുഫ്രി നിഷേധത്തിൻ്റെ നേതാക്കളോട്. ഇമാമ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഇമ്മത്ത്, നേതാക്കന്മാർ. ഇന്നഹും ലാ ഐമാന ലഹും അവർക്ക് ഒരു പ്രതിജ്ഞയുമില്ല എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്ന പ്രതിജ്ഞക്ക് അവർ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നാണ് ചുരുക്കം. ഇന്നഹും ലാ ഐമാന ലഹും അവർക്ക് പ്രതിജ്ഞയില്ല എന്ന് പറഞ്ഞാൽ അതാണ്. അവർ ആ പ്രതിജ്ഞ അല്ലെങ്കിൽ കരാർ, ഇവിടെ നമ്മൾ രണ്ടും ഒന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുക. കരാർ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് പാലിക്കലാണ്, ഈ പ്രതിജ്ഞ പാലിക്കുക എന്ന് പറഞ്ഞത്. ലാ ഐമാന ലഹും അവർക്ക് പ്രതിജ്ഞയില്ല അല്ലെങ്കിൽ കരാറില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ ആ കരാറിന് നമ്മൾ പറയാം പുല്ല് വില കൽപ്പിച്ചിട്ടില്ല. അതാണ് അവർ ചെയ്തത്. അതിന് ഒരു മൂല്യവും അവർ നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്തിനാണ് പിന്നെ ലഅല്ലഹും യൻതഹൂൻ ഫഖാത്തിലു അഇമ്മത്തൽ കുഫ്രി ഇന്നഹും ലാ ഐമാന ലഹും ലഅല്ലഹും യൻതഹൂൻ അവർ വിരമിക്കുന്നതിന് വേണ്ടി കരാർ ലംഘന പ്രവണതയിൽ നിന്ന്, ഇസ്ലാമിനോടുള്ള ശത്രുതാപരമായ നിലപാടിൽ നിന്ന്, ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ നേതൃത്വത്തെയും അവഹേളിക്കുന്ന നിലപാടുകളിൽ നിന്ന് അവർ പിന്തിരിയുന്നതിന്, അല്ലെങ്കിൽ അവർ ആ നിലപാട് തിരുത്തുന്നതിനും അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയാണ് അവരോട് പൊരുതണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ അർത്ഥം പറയാം. വഇൻ നകസു ഐമാനഹും അവർ അവരുടെ കരാറുകളെ ലംഘിച്ചാൽ, പ്രതിജ്ഞകളെ ലംഘിച്ചാൽ, മിൻ ബഅദി അഹദിഹിം കരാറ് ചെയ്തതിനു ശേഷം, വതഅനു ഫീ ദീനിക്കും നിങ്ങളുടെ ദീനിൽ അവർ ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ കുത്തി നോവിക്കുകയും അല്ലെങ്കിൽ അവഹേളിക്കുകയും ചെയ്താൽ, തഅന കുത്താണ്, ആയുധം കൊണ്ട് കുത്തുന്നതിനും പറയും തഅന, അല്ലാത്ത നിലക്ക് ഉപദ്രവിക്കുക, നിന്ദിക്കുക, വഷളാക്കുക, മാനം കെടുത്തുക, അവഹേളിക്കുക, ഇതൊക്കെ തഅന തന്നെയാണ്. വതഅനു ഫീ ദീനിക്കും നിങ്ങളുടെ ദീനിൽ അവർ അവഹേളിക്കുകയും ചെയ്താൽ, ഫഖാത്തിലു അഇമ്മത്തൽ കുഫ്രി അത്തരം കുഫറിൻ്റെ നിഷേധത്തിൻ്റെ നേതാക്കളോട് നിങ്ങൾ പൊരുതണം. ഇന്നഹും ലാ ഐമാൻ ലഹും കാരണം എന്തെന്നാൽ അവർക്ക് കരാറില്ല, അഥവാ അവർ കരാറിനൊട്ടും വില കൽപ്പിച്ചിട്ടില്ല. ലഅല്ലഹും യൻതഹൂൻ അവർ വിരമിക്കുന്നതിന് വേണ്ടി. ഇൻതഹാന അവസാനിച്ചു എന്നാണല്ലോ. ലഅല്ലഹും ഇൻതഹ യൻതഹി, യൻതഹി എന്നുള്ളതിനെ ബഹുവചനമാക്കുമ്പോഴാണ് യൻതഹൂൻ എന്ന് വരുന്നത്. അവർ അവരുടെ നിലപാടുകളിൽ നിന്ന് വിരമിക്കുന്നതിനായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഖുർആൻ പഠനം സാലിഹായ അമലായി സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.